ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളുടെ കണ്ണിലെ എല്ലാ കാലത്തെയും ശത്രുവാണ് നരേന്ദ്രമോദിയും യോഗിയും അമിത്ഷായും എന്നുമൊക്കെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിയത് NRC, CAA, വഖഫ് ബോർഡിന്റെ ഭേദഗതി നിയമം, ഏക സിവിൽ കോഡ് തുടങ്ങിയ വസ്തുതകൾ വന്ന സമയത്തായിരുന്നു. അതുപോലെ ഹിജാബ് അനുകൂല സമരം, ഇതൊക്കെ വന്ന സമയത്ത് മുസ്ലിങ്ങളെ എന്തോ രൂപത്തിൽ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നായിരുന്നു ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. അനധികൃതമായി സർക്കാർ വക ഭൂമികൾ കട്ടെടുത്ത് അവിടെ മസ്ജിദുകളും പള്ളികളും ദർസുകളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഇത് സർക്കാരിൻ്റെതാണ്. ഏത് കാലമായിരുന്നാലും ശരി, സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ഒരു മതവിഭാഗമോ ഒരു രാഷ്ട്രീയ വിഭാഗമോ അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാം. ആ റൈറ്റ്സ് ആണ് യോഗി ആദിത്യനാഥും അതുപോലെ അസമിൽ ഹേമന്ത് ബിശ്വ ശർമ്മയുമൊക്കെ പ്രാവർത്തികമാക്കിയത്. അപ്പോഴൊക്കെ ഞങ്ങളുടെ മസ്ജിദുകൾ പൊളിച്ചു, ഇതേ കേൾക്കുന്നുള്ളൂ പുറത്ത്. എന്തുകൊണ്ടാണത് പൊളിച്ചത്? ആരാന്റെ ഭൂമിയും സർക്കാർ ഭൂമിയും അനധികൃതമായി കൈവശപ്പെടുത്തി പൊളിച്ചതുകൊണ്ടാണ് ഈ വിഷയം വന്നത് എന്ന് മനഃപൂർവ്വം ഇവരങ്ങ് മറക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവർ പല കാര്യങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചിന്തയില്ലാത്ത ഒരു ജനത അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. ഏത് കാര്യത്തിൻ്റെയും സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ വലിയ ഒരു ഫാക്ടറാണ് ഇന്ന്, ഒരു സോഴ്സാണ് ഇന്ന്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു നേതാവായി എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് മാറിയത്? എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് മാറിയത്? ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഡൽഹി തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് ഉറ്റുനോക്കിയത് മറ്റൊരു തിരഞ്ഞെടുപ്പാണ്. അത് അയോധ്യയിലെ മിൽക്കിപൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ആയിരിക്കും മിൽക്കിപൂരിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഇത്രയധികം സ്റ്റോറികൾ മലയാളത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും വെച്ച് കൊടുത്തത് എന്ന് ഞങ്ങൾക്ക് പറയാനായി സാധിക്കും. എന്താണ് മിൽക്കിപൂർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? BJP മിൽക്കിപൂർ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇവിടെ BJP ഫോബിയ പള്ളികൾ മുഖാന്തിരം, പള്ളികൾ കേറി ഇറങ്ങി ജുമുഅ നമസ്കാരത്തിന്റെ കുത്തുബകളിൽ പള്ളി മെമ്പറുകൾ പോലും BJP വിരോധം കൊണ്ട് നിന്ന് വിറച്ചു. പോപ്പുലർ ഫ്രണ്ടിനെ BJP സർക്കാരല്ലേ നിരോധിച്ചത്? അതൊരു മുസ്ലിം സംഘടനയല്ലേ? ഒന്നുമല്ലെങ്കിൽ 5 നേരം നമസ്കരിക്കുന്ന പാർട്ടി മെമ്പർമാരല്ലേ അവർ? പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിലനിൽക്കുന്നത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന സന്ദേശത്തിന് വേണ്ടിയല്ലേ? ഇസ്ലാമിക രാഷ്ട്രം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ? ഇനി അതുമല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുക, അതല്ലേ അവരുടെ ലക്ഷ്യം? അപ്പൊ ആ സംഘടനയെ നിരോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യാനുള്ള സാഹചര്യങ്ങളല്ലേ ഇല്ലാതായത്? ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്ന്. ശരി, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ന് മുസ്ലിങ്ങൾക്കറിയാം, ചിന്തിക്കുന്ന മുസ്ലിങ്ങൾക്കറിയാം. അല്ലാത്തവർ ഇന്നും BJP വിരോധവുമായി നടക്കും. എന്തിനേറെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും BJPക്കാരെ ഇഷ്ടമല്ല. അവർ വളരെ ചെറിയ പ്രായത്തിലൂടെ തന്നെ BJP ഫോബിയ, മോദി ഫോബിയ ഇവരിൽ രൂഢമൂലമായി. പള്ളികളിലൂടെ, മുസ്ലിം പുരോഹിതന്മാരിലൂടെ, കുട്ടികളായിരിക്കുമ്പോൾ മദ്രസകളിലൂടെ BJP ഭരിച്ചാൽ പിന്നീട് മുസ്ലിങ്ങളില്ല, മുസ്ലിങ്ങൾക്ക് ഒരു രൂപത്തിലും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്ന തരത്തിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഇവർ ഇൻജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും BJP വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കായി, നരേന്ദ്രമോദിയുടെ ഒരു ഭരണ പരിഷ്കാരങ്ങളെയും അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത്. ഇവരുടെ ഉള്ളിൽ, ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മോദി വിരോധം കൊണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പള്ളി മെമ്പറുകളെയൊക്കെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഉസ്താദുമാർ നരേന്ദ്രമോദിക്കെതിരെ നമസ്കരിക്കുകയും നരേന്ദ്രമോദിക്കെതിരെ പ്രാർത്ഥിക്കുകയും നരേന്ദ്രമോദിയെ എന്ന നരാധമനെ ഒരിക്കലും നീ ജയിപ്പിക്കല്ലേ അല്ലാ, ഈ ഇന്ത്യയുടെ ഭരണം അയാളെ ഏൽപ്പിക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞ് ഇമാമ് പ്രാർത്ഥിക്കുകയും
മാമൂമുകൾ ചുറ്റും നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആമീൻ പറയുകയും ചെയ്യുന്ന ചരിത്രം ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അതേ കേരളക്കരയെ കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് ബർത്ത്ഡേ കേക്ക് മുറിപ്പിച്ചു നരേന്ദ്രമോദി. മോശം എന്ന് പറയുന്നവരെ കൊണ്ട് നല്ലത് എന്ന് പറയിപ്പിക്കാൻ ഇച്ചിരി പാടാ. എന്നിട്ട് അവര് തന്നെ ഇന്ന് യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയെയും അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതാണ് അതിന്റെ വസ്തുത. ഇപ്പോൾ BJP ഇപ്പോൾ ക്യാമ്പുകളിൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യോഗി ആദിത്യനാഥ് മോദിക്ക് ശേഷം ആര് എന്ന ഒരു ചോദ്യത്തിന് യോഗി ആദിത്യനാഥ് ആണ് എന്ന് പറയുന്ന രീതിയിൽ അടിവരയിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ മിൽക്കിപൂരിൽ നടന്നിരിക്കുന്നത്. അതെങ്ങനെയെന്നല്ലേ, മിൽക്കിപൂരിലെ തെരഞ്ഞെടുപ്പിൽ അവധേഷ് പ്രസാദിന്റെ മകനായിട്ടുള്ള അജിത് പ്രസാദാണ് അവിടെ മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. അവധേഷ് പ്രസാദ് എന്ന് പറയുന്നത് അയോധ്യയിലെ MP ആയി മത്സരിച്ച് പോയിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം SP-യുടെ മിൽക്കിപൂരിലെ MLA ആയിരുന്നു. അയോധ്യ എന്ന് പറയുന്ന മണ്ഡലത്തിലെ MP ആയി അവധേഷ് പ്രസാദ് മത്സരിച്ച് ജയിച്ചു പോയപ്പോൾ BJP-യുടെ കയ്യിൽ നിന്നും ഈ മണ്ഡലം പോയി. അയോധ്യ മണ്ഡലം ലോക്സഭാ മണ്ഡലം BJP വിജയിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ SP-യുടെ അവധേഷ് പ്രസാദ് അവിടെ വിജയിച്ചു. അങ്ങനെ വിജയിച്ച ശേഷം വലിയ രീതിയിലുള്ള ആരോപണം BJPയും യോഗി ആദിത്യനാഥും നേരിടേണ്ടി വന്നു. യോഗി ആദിത്യനാഥും BJP നേരിടേണ്ടി വന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ അയോധ്യ വിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പറഞ്ഞത് രാമൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടാതിരുന്നത് അല്ലെങ്കിൽ തോറ്റുപോയത് എന്നാണ് BJPക്ക് നേരെ വലിയ ആരോപണം ഉന്നയിച്ചത്. യോഗി ആദിത്യനാഥ് ഈ ആരോപണങ്ങൾ വളരെയധികം പിടിച്ചുകുലുക്കി. അല്ലെങ്കിൽ BJP ഈ അമ്പലം പൂർത്തിയാകുന്നതിന് മുമ്പാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്, വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിച്ചത്. അത് ശ്രീരാമൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ച് പണിയുന്ന അമ്പലമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മണ്ഡലം കിട്ടാത്തത്, അയോധ്യ കിട്ടാത്തത് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ യോഗി ആദിത്യനാഥ് കേൾക്കേണ്ടി വന്നു. ആ സമയത്ത് യോഗി ആദിത്യനാഥിനെ വേദിയിൽ എത്തിക്കൊണ്ട് അപ്പോഴത്തെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യ അദ്ദേഹം പോലും യോഗി ആദിത്യനാഥിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒളിയമ്പുകൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മിൽക്കിപൂർ എന്ന് പറയുന്ന അയോധ്യയിലെ MP ആയിട്ടുള്ള നിലവിലെ MP ആയിട്ടുള്ള അവധേഷ് പ്രസാദിന്റെ മുൻ MLA ആയിരുന്ന മണ്ഡലം മിൽക്കിപൂർ പിടിക്കുക എന്നുള്ളത് യോഗി ആദിത്യനാഥിന്റെ അഭിമാന പ്രശ്നമായി മാറുകയായിരുന്നു. യോഗി ആദിത്യനാഥ് മിൽക്കിപൂർ പിടിക്കാനായി തുനിഞ്ഞിറങ്ങുകയാണ്. യഥാർത്ഥത്തിൽ മിൽക്കിപൂർ എന്ന് പറയുന്നത് BJPക്ക് ഒരു ബാലികേറാൻ മലയാണ്. മിൽക്കിപൂരിൽ ഉള്ളത് മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ്. മുസ്ലിങ്ങളുടെ വോട്ട് അതിനിർണായകമാണ്. അവിടെ BJP എങ്ങനെ വിജയിക്കും, ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല എന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് അഖിലേഷ് യാദവ് അന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം ഇവിടെ ഞങ്ങളുടെ അടിത്തറ ഒന്ന് ഇളക്കണമെങ്കിൽ, അതിലൊരു കല്ല് ഇളക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് നൂറ്റാണ്ടുകൾ തപസിരിക്കേണ്ടി വരും എന്നാണ് യോഗി ആദിത്യനാഥ് നോക്കി അഖിലേഷ് യാദവ് വെല്ലുവിളിച്ചത്. യോഗി ആദിത്യനാഥ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. യോഗി ആദിത്യനാഥ് ചെയ്തത് ഈ മിൽക്കിപൂരിലെ ഓരോ വാർഡിനും ഓരോ മന്ത്രിമാരെ നിയോഗിക്കുകയാണ് ചെയ്തത്. ഓരോ വീടുകളിലും കയറി നടത്തുക, കുടുംബ യോഗങ്ങൾ നടത്തുക. അങ്ങനെ മന്ത്രിമാർ ഓരോ വാർഡുകളിലും അവിടെ വിന്യസിച്ചു. ആ മന്ത്രിമാർക്ക് മുകളിൽ അവരെ നിയന്ത്രിക്കാൻ ഓരോ സോണുകളായി തിരിച്ച് വേറെ മന്ത്രിമാരെ നിയോഗിച്ചു. ഈ മന്ത്രിമാരെ എല്ലാം നിയന്ത്രിക്കാനായി കേശവ് പ്രസാദ് മൗര്യ അതിന്റെ തലപ്പത്ത് വെച്ചു. അതിനുശേഷം യോഗി ആദിത്യനാഥ് സ്വയം നേതൃത്വം ഏറ്റെടുത്ത് മിൽക്കിപൂരിൽ പ്രചാരണത്തിനിറങ്ങി എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്റെ തന്ത്രം. യോഗി ആദിത്യനാഥ് കുംഭമേള നടക്കുന്ന ഈ സമയത്ത് വലിയ രീതിയിൽ മിൽക്കിപൂരിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കാരണം സമയം ഇല്ല, കുംഭമേളയുടെ പരിപാടി നോക്കണം, അതിന്റെ ഇത് കൂടെ നോക്കണം. പക്ഷേ യോഗിക്ക് ഇത് അഭിമാന പോരാട്ടമായിരുന്നു. അങ്ങനെ അവിടെ ചന്ദ്രബാനു പാസ്വാൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ വമ്പൻ വിജയം നേടിയിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടാണ് പുറത്തു വന്നത്. 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എത്രയാണ്? 65,000. അതായത് SP-യുടെ ഉറച്ച കോട്ടയായിട്ടുള്ള ഈ മിൽക്കിപൂരിൽ 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യോഗി ആദിത്യനാഥ് ഇപ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. BJPയുടെ വൻ വിജയമാണ് ചന്ദ്രബാനു പാസ്വാൻ അവിടെ നേടിയത്. സമാജ്വാദി പാർട്ടി ഞെട്ടലിലാണ്. ഇത് അട്ടിമറി വിജയമാണ് എന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത്. കാരണം ഇവർക്ക് അത് വിശ്വസിക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 8 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിടുകയാണ് ഞങ്ങൾ എന്നാണ് BJP മിൽക്കിപൂർ മണ്ഡലം പിടിച്ചെടുത്തതിനു ശേഷം SP-യോട് പറഞ്ഞത്. ശനിയാഴ്ച പാസ്വാൻ BJPയോട് നന്ദി പറയും. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിനെ ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി യോഗിക്കും നരേന്ദ്രമോദിക്കും അറിയാം. ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എവിടെയാണ് തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താനാണ് സാധാരണഗതിയിൽ യോഗിയും മോദിയും ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയേക്കാൾ മേലെയാണ് എന്ന് പറയാൻ ഞാനില്ല. നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നീട് യോഗി ആദിത്യനാഥ് തന്നെയാണ് കേമൻ. കാരണം യോഗി ആദിത്യനാഥിന്റെ പല സമീപനങ്ങളും വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന രൂപത്തിലാണ്. പക്ഷേ ഒരു ഭരണകർത്താവ് എന്ന രൂപത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ നയതന്ത്രപരമായി മാത്രമേ ചില സമീപനങ്ങൾ എടുക്കാൻ പറ്റൂ. നമ്മൾ കണ്ടതാണ് ഹിജാബ് അനുകൂല സമരത്തെ നമ്മൾ കണ്ടതാണ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച്, റെയിൽവേകൾ കേന്ദ്രീകരിച്ച് കാക്കാമാർ കുടില തന്ത്രങ്ങൾ മെനഞ്ഞത് കണ്ടവരാണ് നമ്മൾ. വഖഫായിരുന്നാലും CAA ആയിരുന്നാലും ബംഗ്ലാദേശിന്റെ കുടിയേറ്റമായിരുന്നാലും അമേരിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന നയമായിരുന്നാലും നൂപുർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ എടുത്ത സമീപനമായിരുന്നാലും ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ എടുത്താലും ശരി നരേന്ദ്രമോദി തന്ത്രപ്രധാനമായി വളരെ ഇരുന്നാലോചിച്ച്
പരിപക്വമായിട്ടുള്ള ഒരു സമീപനവും നിലപാടും മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഖത്തറാണെങ്കിലും UAE ആണെങ്കിലും പിന്നെ സൗദി അറേബ്യ ആണെങ്കിലും ഇവരൊക്കെ നരേന്ദ്രമോദിയോട് ആദ്യം സ്വീകരിച്ച സമീപനവും പിന്നീടൊന്ന് മോദിയൊന്ന് നമ്മുടെ രാജ്യത്തൊന്ന് കാലുകുത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചതും അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതും എത്ര തവണ നരേന്ദ്രമോദി അത്തരം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ മാലദ്വീപിലെ മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദിയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ട് ഭാര്യയോടും കുടുംബത്തോടും ഒപ്പം വന്ന് നമ്മുടെ രാജ്യത്തോടും മാപ്പ് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. അതെ, ബംഗ്ലാദേശ് ആയിരുന്നാലും ശരി, ഇന്ത്യയോട് തിരിച്ചു വന്ന് കെഞ്ചി തെണ്ടി ഗോതമ്പും അരിയുമൊക്കെ വാങ്ങി മടങ്ങിപ്പോയി പാകിസ്ഥാനും. അതെ, അങ്ങനെ തങ്ങളെ കൊണ്ട് മോശം പറഞ്ഞിരിക്കുന്ന ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. പക്ഷേ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കും, യോഗി ആദിത്യനാഥിനെ കൊണ്ടും സാധിക്കും, തെളിയിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി അല്ല ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട. രണ്ടാമതൊന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, യോഗി ആ കസേരയിലേക്ക് കയറിയിരിക്കണമെന്ന്. എന്നാൽ ഈ രാജ്യത്തിന് വികസനമുണ്ടാകുമെന്ന്, തീവ്രവാദം ഇല്ലാതാകുമെന്ന്, ഭീകരതയെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന്, മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നന്ദി.